ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ജേണിയെക്കുറിച്ച് സംസാരിക്കാനാണ്. PSCയുടെ ഇലക്ട്രിക്കൽ ജേണിയെക്കുറിച്ച്. അതായത് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ, കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനിടയിൽ സംഭവിച്ച ആ ഒരു ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ ജേണി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് 2020 സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ 2019 എൻഡിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, PSCയിൽ എന്താ പറയുക, ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം വന്നിരുന്നൊരു എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആദ്യം വന്നത്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. കാരണം അതിന് മുന്നേ നടന്ന അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ 100-നടുത്ത് അഡ്വൈസ് പോയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയായിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം PWDയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഒരു പോസ്റ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം ടൈറ്റാനിയം ട്രാവൻകൂർ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം 2 ഓവർസിയർ എക്സാം ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം നോട്ടിഫിക്കേഷൻ വന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളെല്ലാവരുടെയും ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകാരുടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഫേവറേറ്റ് എക്സാം ആയിട്ടുള്ള KSEB സബ് എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ദെൻ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ എക്സാം വന്നു. ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം MTech ക്വാളിഫിക്കേഷനുള്ളവർക്ക് എക്സാം വന്നു. അങ്ങനെ ഹാർബർ എഞ്ചിനീയറിംഗിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം വന്നു. സോ എക്സാംസിൻ്റെ ഒരു ബിഗ് എന്താ പറയുക ജേണി തന്നെയായിരുന്നു അവിടെ എന്ന് പറയുന്നത്. അവിടെ അന്ന് ആ എക്സാമിനേഷനിൽ ഒരു പക്ഷേ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ആളുകൾ തന്നെയാണ് പിന്നീട് നടന്ന ഓരോ എക്സാംസുകളിലും എന്ത് ചെയ്തിട്ടുള്ളത്, പെർഫോം ചെയ്തിട്ടുള്ളത്. അതായത് KSEB എഞ്ചിനീയർക്ക് വേണ്ടി മാത്രമായിട്ട് പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ നിങ്ങൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് പിന്നീട് നടന്ന ഓരോ എക്സാംസുകളിലും എന്ത് ചെയ്തിട്ടുള്ളത്, ബെറ്ററായി ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ പല ലിസ്റ്റുകളിലും മികച്ച പൊസിഷൻസിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ഈ ഒരു ജേണിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത്. കഴിഞ്ഞ ഈ ഒരു PSC ജേണിയിൽ അവരോടൊപ്പം സഞ്ചരിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. 2020 മുതൽ എൻട്രിയുടെ തന്നെ ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ ഈ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ കമ്മിറ്റിയിൽ എനിക്ക് മെമ്പർ ആവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇലക്ട്രിക്കൽ ഫാക്കൽറ്റി ടീം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ എക്സാംസുകളെ അനലൈസ് ചെയ്തു, ഇതിലെ ട്രെൻഡ്സുകൾ മനസ്സിലാക്കി, പുതിയ അപ്ഡേഷൻസുകൾ മനസ്സിലാക്കി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജിയിലാണ് നമ്മൾ ഓരോ കോഴ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ 4ാം റാങ്ക് പോലുള്ള റാങ്ക്, അതേപോലെ തന്നെ PWD എക്സാംസിൽ 5ാം റാങ്ക്, അങ്ങനെ 4, 5, 6 റാങ്കുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സബ് എഞ്ചിനീയർ എക്സാമിലാണെങ്കിൽ 200-ലധികം ഉദ്യോഗാർത്ഥികളെ നമുക്ക് അതിലേക്ക് നല്ല റാങ്കിൽ തന്നെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ജേണി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോടെ 2024 തുടങ്ങുമ്പോൾ സമയമാകുമ്പോൾക്ക് ആ ജേണി ഏകദേശം അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പുതുതായിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോടും ഇപ്പോൾ ഇനി എഞ്ചിനീയറിംഗ് എക്സാംസുകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്ന PSC ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, PSCയുടെ ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ ജേണി വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ഈ ഒരു ജേണിയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും PSCയിൽ ഇതേ ഒരു ട്രെൻഡ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക എക്സാമ്പിൾ എന്ന് പറയുന്നത് 3 നോട്ടിഫിക്കേഷൻ വന്നു. അത് 2 ഇലക്ട്രിക്കലിലും 1 ഇലക്ട്രോണിക്സിലുമാണ്. ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് നോക്കാം. ഒന്ന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ മറ്റൊരെണ്ണം പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിയിലും വന്നിട്ടുണ്ട്. 3ാമത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWDയിലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് AE ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഈ ജേണി വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. പല ആളുകളും ചിന്തിക്കുന്നത്, ഈ ഒരു ജേണിയിൽ നമ്മൾ പോകുമ്പോൾ ഈ എക്സാംസുകളിൽ നിന്നും വേണ്ടത്ര വേക്കൻസീസ് ഉണ്ടാവില്ലല്ലോ എന്ന്. ഒരിക്കലും അങ്ങനെയല്ല, തരക്കേടില്ലാത്ത വേക്കൻസീസ് ഇവിടെ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2027 ഇനി നടക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ എക്സാംസുകളും, അത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ആയിക്കോട്ടെ, PWD എക്സാം ആയിക്കോട്ടെ, KSEB സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇതെല്ലാം നടക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് 3 ഇയേഴ്സ് എന്ന് പറയുന്നത് ഈ ജേണി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ജോബിൽ എത്താമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ജേണി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന PSCയുടെ ഓരോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാംസുകളിലും ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കും. സോ ഈ 3 എക്സാംസുകൾ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു എഫക്റ്റീവായിട്ടുള്ള 3-in-1 കോംബോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ
ഒരു ജേണി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് എൻട്രി ഇങ്ങനെയൊരു സ്പെഷ്യൽ 3-in-1 കോംബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഈ ബാച്ചിന് 3-in-1 കോംബോ എന്നുള്ളതിനേക്കാൾ ഒരു 10-in-1 കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരാനിരിക്കുന്ന ഓരോ PSC എക്സാംസും നമ്മുടേതായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രിപ്പയർഡ് ആയിരിക്കണം, ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസിലൂടെ നമുക്ക് ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോയി നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാം. ഏറ്റവും മികച്ച വിജയത്തിന് ഏറ്റവും മികച്ച അധ്യാപകരുടെ നല്ല ക്ലാസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയുള്ള യാത്രയിൽ വിജയം നിങ്ങളുടേതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.